ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്ലീൻലി. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 12/6/2025 RRB നടത്തിയ ഗ്രാജുവേറ്റ് ലെവൽ NTPC പ്രിലിംസ് എക്സാമിൻ്റെ ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരും എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി ഈസ് കറക്റ്റ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം? Primary memory is used for long-term storage while secondary memory is used for temporary storage. Both primary and secondary memory are directly accessible by the CPU for processing instructions. Primary memory is faster but has lower storage capacity, while secondary memory is slower but provides large storage capacity. Secondary memory is volatile, meaning data is lost when power is turned off, while primary memory is non-volatile and retains data. Okay, നമുക്ക് ഇതിൻ്റെ ഉത്തരം ഏതാണെന്ന് നോക്കാം. ഇതിൻ്റെ ഉത്തരം പ്രൈമറി മെമ്മറി ഫാസ്റ്റർ ആണ് ബട്ട് ലോവർ സ്റ്റോറേജ് കപ്പാസിറ്റി ദാൻ സെക്കൻഡറി മെമ്മറി എന്നുള്ളതാണ്. ഓക്കെ, സെക്കൻഡറി മെമ്മറി സ്ലോവറും അതുപോലെ ലാർജ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. പ്രൈമറി മെമ്മറി അഥവാ മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ എന്താണ് CPU കറൻ്റ്ലി യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന മെമ്മറിയാണ്. അതാണ് റാമും റോമും എന്ന് പറയുന്നത്. റാമാണ് റാൻഡം ആക്സസ് മെമ്മറി. അത് വോളറ്റൈലാണ്. അതിൻ്റെ കറണ്ട് ലൈക്ക് പവർ ഓഫ് ആയാൽ പോലും അതിൻ്റെ ഡേറ്റ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അതിൻ്റെ ഡേറ്റ ലോസ് ചെയ്യും. ഓക്കെ, വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റ ലോസ് ചെയ്യും. അതുപോലെ തന്നെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ CPU ക്വിക്കലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാം അതുപോലെ OS ഇതെല്ലാം എടുത്ത് വെക്കുക എന്നുള്ളതാണ്. ടൈപ്സുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് റാം ഉണ്ട്, അതുപോലെ തന്നെ ഡൈനാമിക് റാമും ഉണ്ട്. സ്റ്റാറ്റിക് റാമാണ് നമ്മൾ ക്യാഷ് മെമ്മറിയിൽ യൂസ് ചെയ്യുന്നത്. ക്യാഷ് മെമ്മറി നമ്മൾ ഇനി നോക്കുന്നതാണ്. ഇനി റീഡ് ഓൺലി മെമ്മറിയാണ് റോം. അത് നോൺ വോളറ്റൈലാണ്. അതിൻ്റെ ഡേറ്റ നമ്മൾ പവർ ഓഫ് ചെയ്താലും പോകത്തില്ല, അത് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യും. ഇതെന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബയോസ് അഥവാ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം, അതുപോലെ തന്നെ പെർമനൻറ്റ് ഇൻസ്ട്രക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ സേവ് ചെയ്ത് വെക്കാനാണ്. കമ്പ്യൂട്ടർ ബൂട്ട് ആവാനുള്ള അഥവാ സ്റ്റാർട്ട് ആവാനുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെക്കൻഡറി മെമ്മറി അഥവാ ഓക്സിലറി മെമ്മറി എന്ന് പറഞ്ഞാൽ ലോങ് ടൈം സ്റ്റോറേജ് ആണ്. അത് നമ്മുടെ പ്രൈമറി മെമ്മറിയുടെ അത്ര ഫാസ്റ്റ് ആയിരിക്കത്തില്ല, കുറച്ച് സ്ലോ ആയിരിക്കും, പക്ഷേ ഒരുപാട് കപ്പാസിറ്റി ചെറിയ കോസ്റ്റിൽ തന്നെ കിട്ടും. എക്സാമ്പിളാണ് ദ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് HDD, അതുപോലെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് SSD, പിന്നെ ഒപ്റ്റിക്കൽ ഡിസ്ക് CD DVD ബ്ലൂറേ ഡിസ്കുകൾ, അതുപോലെ റിമൂവൽ സ്റ്റോറേജ് ആയിട്ടുള്ള നമ്മുടെ പെൻ ഡ്രൈവുകൾ SD കാർഡ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, HDD എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് പ്ലാറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഡേറ്റ രീതിയിലാണ് അത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. അത് ചീപ്പാണ്, ഹൈ കപ്പാസിറ്റിയാണ്, പക്ഷേ അതിനെക്കാട്ടിയും ബെറ്ററാണ് SSD എന്ന് പറയുന്നത്. കാരണം അത് ഫ്ലാഷ് മെമ്മറിയാണ്, അതുപോലെ ഫാസ്റ്ററും ക്വയറ്ററും മോർ ഡ്യൂറബിളും ആണ്, പക്ഷേ എക്സ്പെൻസീവ് ആണ്. ഇനി ക്യാഷ് മെമ്മറി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ CPU-നും റാമിനും ഇടയ്ക്ക്, റാം എന്ന് പറയുന്നത് തന്നെ പ്രൈമറി മെമ്മറിയാണ്, CPU-ന് ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു സാധനമാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അത് CPU-ന് അപ്പം ആവശ്യമുള്ള സാധനങ്ങൾ പെട്ടെന്ന്, റാമിനെക്കാട്ടിലും കുറച്ചും കൂടി ഫാസ്റ്ററാണ് ക്യാഷ് മെമ്മറി. അപ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് പല ലെവലുകളുണ്ട്. ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്, ലെവൽ 3 ഉണ്ട്. ലെവൽ 1-ലുള്ളത് ഫാസ്റ്റസ്റ്റ് ആണ്, സ്മോളസ്റ്റ് ആണ്, അതുപോലെ ഇത് പ്രോസസ്സറിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഓക്കെ, CPU-ൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഇനി രജിസ്റ്റർ എന്ന് വെച്ചാൽ ക്യാഷ് മെമ്മറിയെക്കാട്ടിലും കുറച്ചും കൂടി ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്, പക്ഷേ അതിൽ നിന്ന് സ്മോളസ്റ്റും ആണ്. ഓക്കെ, അതാണ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് യൂണിറ്റ് ഓഫ് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അത് എവിടെയാണ്? നമ്മുടെ CPU-ൻ്റെ അകത്ത് തന്നെയാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. രജിസ്റ്റർ ലൊക്കേറ്റ് ചെയ്യുന്ന CPU-ൻ്റെ അകത്താണ്. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡേറ്റ ബിറ്റുകൾ കമ്പ്യൂട്ടറിന് CPU പെട്ടെന്ന് യൂസ് ചെയ്യുന്ന, അതായത് ക്യാഷ് മെമ്മറിയെക്കാട്ടിലും, ക്യാഷ് മെമ്മറിയാണ് പിന്നെ രജിസ്റ്ററിലേക്ക് കൊടുക്കുന്നത്. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അപ്പം യൂസ് ചെയ്യുന്ന മൈക്രോ സെക്കൻഡുകൾ, ആ ഒരു മൈക്രോ സെക്കൻഡിൽ യൂസ് ചെയ്യുന്ന ഡേറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത്. വളരെ കുറച്ച് ഡേറ്റയെ കാണത്തുള്ളൂ, പക്ഷേ അപ്പം കൊടുക്കും. എക്സാമ്പിളാണ് നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ, അതുപോലെ അക്യുമുലേറ്റർ, ഇങ്ങനെയൊക്കെ പറയുന്നത് എക്സാമ്പിൾ ഓഫ് എന്താണ്, നമ്മുടെ രജിസ്റ്ററാണ്. ഇനി ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി മെമ്മറി ഫാസ്റ്റർ ആണ്, പക്ഷേ ലോവർ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ് ദാൻ സെക്കൻഡറി മെമ്മറി. ഓക്കെ, സെക്കൻഡറി മെമ്മറി വോളറ്റൈൽ എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. സെക്കൻഡറി മെമ്മറി നോൺ വോളറ്റൈലാണ്, ഇത് തെറ്റാണ്. അതുപോലെ ബോത്ത് പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി ഡയറക്റ്റ്ലി ആക്സസിബിൾ CPU, അതല്ല, പ്രൈമറി മെമ്മറി എന്നാണ് CPU ഇൻഫർമേഷൻ എടുക്കുന്നത്. സെക്കൻഡറി മെമ്മറി നമ്മുടെ പെൻഡ്രൈവ് ഒക്കെ നമ്മുടെ CPU വർക്കാവാൻ നമ്മുടെ കമ്പ്യൂട്ടർ വർക്കാവാൻ നമ്മുടെ പെൻഡ്രൈവിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഇൻഫർമേഷൻ ഒന്നും ആവശ്യമില്ല. ഇനി പ്രൈമറി മെമ്മറി ഈസ് യൂസ്ഡ് ഫോർ ലോങ് ടൈം സ്റ്റോറേജ്, അതും തെറ്റാണ്. സെക്കൻഡറി മെമ്മറിയാണ് നമ്മൾ ലോങ് ടൈം സ്റ്റോറേജിനായിട്ട് യൂസ് ചെയ്യുന്നത്. Which of the following accurately describes the functions of spill range feature introduced in newer versions of MS Excel? Spill range എന്താണെന്നാണ്.
It allows multiple users to simultaneously edit different ranges within the same worksheet. It automatically saves the workbook to a cloud location at predefined intervals. It dynamically resizes a formula's output range when the formula returns multiple values. It restricts data entry within a specific range of cells based on predefined criteria. ഇതിൻ്റെ ഉത്തരം നോക്കുകയാണെങ്കിൽ ഇറ്റ് ഡൈനാമിക്കലി റീസൈസ് എ ഫോർമുലാസ് ഔട്ട്പുട്ട് റേഞ്ച് വെൻ ഫോർമുല റിട്ടേൺസ് മൾട്ടിപ്പിൾ വാല്യൂ. അതായത് നമ്മൾ സ്പിൽ റേഞ്ച് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ എക്സൽ 365 അതുപോലെ തന്നെ എക്സൽ 2021 കഴിഞ്ഞിറങ്ങിയ വെർഷൻസിലാണ് ഇതുള്ളത്. അതായത് ഒരു ഒറ്റ ഫോർമുല പല പല സെല്ലുകളിൽ പല പല വാല്യൂസ് തരും എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ ഫോർമുല നമ്മൾ ഓരോ സെല്ലുകളിലും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. പകരം എക്സൽ എന്ത് ചെയ്യും, അതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് അടുത്തടുത്തുള്ള എം ടി സെല്ലുകളിലേക്ക് സ്പിൽ ചെയ്യും. അതായത് നെയ്ബറിങ് എം ടി സെല്ലുകളിൽ അതിൻ്റെ വാല്യൂസ് സ്പിൽ ചെയ്ത് തരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനെയാണ് സ്പിൽ റേഞ്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിൻ്റെ ഉത്തരം ഡൈനാമിക്കലി എന്ത് ചെയ്യും, ഫോർമുലയുടെ ഔട്ട്പുട്ട് റേഞ്ച് റീസൈസ് ചെയ്യും, എന്നിട്ട് മൾട്ടിപ്പിൾ വാല്യൂസ് തരും. Who among the following will be the 52nd Chief Justice of India in May 2025? 52ാമത് ചീഫ് ജസ്റ്റിസ് ആണ് നമ്മുടെ BR ഗവായ്, ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. അത് കഴിഞ്ഞ് വന്നിട്ടുണ്ട് 53ാമത് ചീഫ് ജസ്റ്റിസ് നവംബർ 24, 2025 വന്നിട്ടുണ്ട്, ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ദെൻ കറണ്ട് RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. 26th ഗവർണറാണ് ശക്തികാന്ത ദാസ് കഴിഞ്ഞ് വന്ന ആളാണ്. ഇനി RBI ഡെപ്യൂട്ടി ഗവർണർ എടുക്കുകയാണെങ്കിൽ ശ്രീഷ് ചന്ദ്ര മുർമു ഒക്ടോബർ 2025 ഡെപ്യൂട്ടി ഗവർണർ ആയിട്ടുണ്ട്. ദെൻ വിജിലൻസ് കമ്മീഷണർ എടുക്കുകയാണെങ്കിൽ പ്രവീൺ വസിഷ്ഠയാണ് ഇപ്പോഴത്തെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2 വിജിലൻസ് കമ്മീഷണേഴ്സും ഉണ്ട്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്ലസ് 2 വിജിലൻസ് കമ്മീഷണറാണ്. ആ 2 പേരാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവയും അതുപോലെ AS രാജീവും പ്രവീൺ കുമാർ ശ്രീവാസ്തവയും പിന്നെ പ്രവീൺ വസിഷ്ഠ സെൻട്രൽ വിജിലൻസ് കമ്മീഷണറും. FSSAIയുടെ CEO ആണ് രജിത് പുൻഹാനി. ദെൻ നാറ്റ് ഗ്രിഡിൻ്റെ CEO ആണ് ഹൃദേശ് കുമാർ. നാറ്റ് ഗ്രിഡ് എന്ന് വെച്ചാൽ നാഷണൽ ഇൻ്റലിജൻസ് ഗ്രിഡാണ്. ഇനി ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് രാജീവ് രഞ്ജനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ്റെ ചെയർപേഴ്സണായിട്ട് ജസ്റ്റിസ് പ്രതിഭ എം സിംഗിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വികസിത് ഭാരത് അംബാസിഡർ ആരാണ്? നമ്മുടെ ശുഭാൻഷു ശുക്ല, ഓസ്ട്രോനെറ്റ് ആയിട്ടുള്ള ഓക്സിയം 4 ഓസ്ട്രോനെറ്റ് ആയിട്ടുള്ള ശുഭാൻഷു ശുക്ലയാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ഓഫ് വികസിത് ഭാരത് ബിൽഡത്തോൺ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ആണ്. ഡെപ്യൂട്ടി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അനീഷ് ദയാൽ സിംഗ് ആണ്. ദെൻ നമ്മുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറലാണ് രാകേഷ് അഗർവാൾ. ഡയറക്ടർ ജനറൽ ഓഫ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസാണ് ശത്രുജീത് സിംഗ് കപൂർ. ഓക്കെ, ദെൻ വൈസ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എയർ മാർഷൽ നാഗേഷ് കപൂർ. ഡയറക്ടർ ഓഫ് നമ്മുടെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ആണ് A രാജരാജൻ. ദെൻ ചെയർമാൻ ഓഫ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡാണ് ആര്? AK ബാലസുബ്രഹ്മണ്യൻ. ദെൻ നമ്മുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് കോട്ട രവി. ഇതൊക്കെ പഠിച്ചു വയ്ക്കണം. UPSCയുടെ ചെയർമാനാണ് അജയ് കുമാറാണ്. അതുപോലെ 8th സെൻട്രൽ പേ കമ്മീഷൻ്റെ ചെയർമാനാണ് ജസ്റ്റിസ് രഞ്ജന P ദേശായി. അതായത് ഇൻക ജോൺപ്ര ഇൻ അജ്മർ വാസ് ബിൽഡ് ഇൻ ദ പീരീഡ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റി? അതായത് ഇൻക ജോൺപ്ര ആരുടെ പീരീഡിലാണ് എന്ത് ചെയ്തത്, കൺസ്ട്രക്ട് ചെയ്തതെന്ന്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഡൽഹി സുൽത്താനായിട്ടാണ്. ഇതിൻ്റെ ഉത്തരം കുതുബുദ്ദീൻ ഐബക്കാണ്. കുതുബുദ്ദീൻ ഐബക്ക് സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഒരു റൂളറായിരുന്നു. സ്ലേവ് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിലെ ഫസ്റ്റ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ മംലൂക്ക് ഡൈനാസ്റ്റിയാണ്. മംലൂക്ക് ഡൈനാസ്റ്റി എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുത്ബുദ്ദീൻ ഐബക്ക് ആയിട്ടുള്ള മുഹമ്മദ് ഗോറിയുടെ സ്ലേവ് ആയിരുന്നു കുത്ബുദ്ദീൻ ഐബക്ക്. അപ്പോൾ കുത്ബുദ്ദീൻ ഐബക്ക് മുഹമ്മദ് ഗോറി നമ്മുടെ ബാറ്റിൽ ഓഫ് ടറൈനൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത്, ഗോറിഡിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഈ ഒരു ഏരിയ മെയിനായിട്ടും നമ്മുടെ കുത്ബുദ്ദീൻ ഐബക്ക്, അതുപോലെ കുത്ബുദ്ദീൻ ഐബക്കിന് ഡൽഹി ഏരിയ, ദെൻ കുബാച്ചയ്ക്ക് ലാഹോർ ഏരിയ, യൽദൂസിന് ഗസ്നവിയുടെ ഏരിയ, അതുപോലെ ബക്തിയാർ ഖിൽജിക്ക് ബീഹാർ, ആ ഒരു ഏരിയയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ കുത്ബുദ്ദീൻ ഐബക്ക് ഡൽഹി ഏരിയയിൽ ഉണ്ടാക്കുന്ന കിങ്ഡമാണ് ഡൈനാസ്റ്റിയാണ് സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. 1206 മുതൽ 1290 വരെ. ഇതിൽ കുത്ബുദ്ദീൻ ഐബക്ക് കുത്ബുദ്ദീൻ ഐബക്കിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ
ഖുത്ബുദ്ദീൻ ഐബക്ക് റൂൾ ചെയ്തിരുന്ന ആ ഒരു എംപയറിൻ്റെ ക്യാപിറ്റൽ ലാഹോറാണ്. അദ്ദേഹത്തെ ലാഖ് ബക്ഷ് എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ഗിവർ ഓഫ് ലാക്സ്, അത്രത്തോളം ജനറോസിറ്റി ആയിരുന്നു അദ്ദേഹം. അത്ര എല്ലാവർക്കും എല്ലാം കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം കൺസ്ട്രക്ട് ചെയ്ത 2 കാര്യങ്ങളാണ് കുവാത്തുൽ ഇസ്ലാം, ഡൽഹിയിൽ കുവാത്തുൽ ഇസ്ലാം, അതുപോലെ തന്നെ നമ്മുടെ കുത്തബ് മിനാർ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്ന ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്കാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ഒരു സൂഫി സെയിൻറ്റ് ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് അത് ബിൽഡ് ചെയ്യുന്നത്. അതിനുശേഷം 1210 എന്ത് ചെയ്യുന്നു? ഒരു കുതിരപ്പുറത്ത് നിന്ന് വീണിട്ട്, നമ്മുടെ പോളോ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുതിരപ്പുറത്ത് നിന്ന് വീണിട്ട് എന്ത് ചെയ്യുന്നു? മരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി കുവാത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുത്തബ് മിനാറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു എന്താണ്, മോസ്കാണ്. അതുപോലെ തന്നെ അദായത് ഇൻക ജോൺപ്ര കൺസ്ട്രക്ട് ചെയ്തത് ഖുത്ബുദ്ദീൻ ഐബക്കാണ്. അദായത് ഇൻക ജോൺപ്ര ആദ്യം ഒരു സാംസ്കൃത് വിദ്യാപീഠമായിരുന്നു. പിന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അത് ഈ അദായത് ഇൻക ജോൺപ്ര ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഖുത്ബുദ്ദീൻ ഐബക്ക് പാട്രോണൈസ് ചെയ്തിരുന്ന 2 ആൾക്കാരാണ് ഹസൻ ഉൻ നസാമി, അതുപോലെ ഫക്രുദ്ദീനും. ദെൻ അടുത്ത റൂളർ, ഓക്കെ, ഖുത്ബുദ്ദീൻ ഐബക്ക് കഴിഞ്ഞ് വരുന്ന റൂളറാണ് ഇൽത്തുമിഷ്, ഷംസുദ്ദീൻ ഇൽത്തുമിഷ്, 1211 മുതൽ 1236 വരെ. ഇൽത്തുമിഷ് ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ സ്ലേവ് ആയിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് റൂളിലേക്ക് വരുന്നതെന്ന് നോക്കുവാണെങ്കിൽ, ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ മകനായിട്ടുള്ള ആരം ഷായെ കൊന്നിട്ടാണ് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എന്ത് ചെയ്യുന്നത്? റൂളിലേക്ക് വരുന്നത്. ഇദ്ദേഹം ഖുത്ബുദ്ദീൻ ഐബക്ക് സെറ്റപ്പ് ചെയ്തിരുന്ന ലാഹോറിലെ ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ചെങ്കിസ് ഖാൻ 1227 നമ്മുടെ ട്രാൻസോക്സിയാന റീജിയനൊക്കെ അറ്റാക്ക് ചെയ്ത് വരുന്ന സമയത്ത്, ട്രാൻസോക്സിയാന എന്ന് ഉദ്ദേശിക്കുന്നത് ഇറാൻ, പാകിസ്ഥാൻ, ആ ഒരു റീജിയനാണ്. ആ റീജിയനൊക്കെ അറ്റാക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതിൽ നിന്ന് ഡൽഹിയെ എന്ത് ചെയ്ത സേവ് ചെയ്തത് ഇൽത്തുമിഷാണ്. അതുപോലെ ഇൽത്തുമിഷിൻ്റെ പ്രൈം മിനിസ്റ്റർ അഥവാ വസീറാണ് നിസാമുൽ മുൽക്ക്. ദെൻ സിൽവർ കോയിനായിട്ടുള്ള തങ്ക, അതുപോലെ കോപ്പർ കോയിനായിട്ടുള്ള ജിത്താൽ, ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ഇൽത്തുമിഷാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും പിന്നെ കൊണ്ടുവന്നൊരു കാര്യമാണ് ചഹൽഗാനി സിസ്റ്റം, അല്ലെങ്കിൽ ചലിസ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് 40 നോബിളായിട്ടുള്ള ആൾക്കാർ ചേർന്നിട്ടുണ്ടാകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ചഹൽഗാനി എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ഇക്ത സിസ്റ്റം ഓർഗനൈസ് ചെയ്തത് ഇൽത്തുമിഷാണ്. ഈ ചഹൽഗാനിയിലുള്ള ആൾക്കാർക്ക് അവരുടെ സാലറി കൊടുത്തിരുന്നത് ഇക്തയിലൂടെയാണ്. ലാൻഡ് കൊടുത്തിട്ട് അതിൽ നിന്നുള്ള റവന്യൂ ആണ് അവർക്ക് എന്തായി കൊടുത്തിരുന്നത്? സാലറി ആയിട്ട് കൊടുത്തിരുന്നത്. ദെൻ ലേറ്റർ ഈ ചഹൽഗാനീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കര പവർഫുള്ളായി. ആദ്യം ഇവർ സ്ലേവ്സ് ആയിരുന്നു, നോബിളായിട്ടുള്ള സ്ലേവ്സ് ആയിരുന്നു. പിന്നീട് ഇവർ ഭയങ്കര പവർഫുൾ ആവുന്നുണ്ട്. അതിനുശേഷം വന്ന ആളാണ് റസിയ സുൽത്താന. 1236 മുതൽ 1240 വരെയായിരുന്നു. ഇൽത്തുമിഷിൻ്റെ മകളായിരുന്നു. അതുപോലെ തന്നെ റസിയ എങ്ങനെയാണ്? റസിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മുസ്ലിം, ഡൽഹിയിലെ ഫസ്റ്റ് മുസ്ലിം ലേഡി റൂളറാണ്. അപ്പം ഇൽത്തുമിഷിൻ്റെ മകനായിട്ടുള്ള ബഹ്റാം ഷാ ആയിരുന്നു. ഇൽത്തുമിഷിൻ്റെ മകനായിരുന്നു ബഹ്റാം ഷാ. അദ്ദേഹം അത്രത്തോളം നല്ലൊരു റൂളർ അല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ചഹൽഗാനിയുടെയൊക്കെ സഹായത്തോടു കൂടി നമ്മുടെ റസിയ സുൽത്താന റൂളിലേക്ക് വരുന്നത്. റസിയ അതിന് ശേഷം എന്ത് ചെയ്യുന്നു? നമ്മുടെ യക്കൂത്ത് എന്ന് പറയുന്ന ഒരു സ്ലേവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു? മാസ്റ്റർ ഓഫ് സ്റ്റേബിളൊക്കെ ആക്കുന്നു. അങ്ങനെ മാസ്റ്റർ ഓഫ് സ്റ്റേബിൾ ആക്കുന്ന സമയത്ത് ഈ തുർക്കിഷ് നോബിൾസിന് ഇഷ്ടപ്പെടാതെ അവരെന്ത് ചെയ്യുന്നു? സ്ലേവ് അല്ലേ, അതുകൊണ്ട് അവരതിനെ എതിർക്കുന്നു, റിവോൾട്ടുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റസിയ യക്കൂത്തിൻ്റെ സഹായത്തോടു കൂടി അൽത്തൂനിയ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഗവർണർ ഉണ്ടായിരുന്നു. അവിടുത്തെ ആ ഒരു ഏരിയ എന്ത് ചെയ്യുക? പിടിച്ചടക്കാൻ പോകുന്ന സമയത്ത് അൽത്തൂനിയ എന്ത് ചെയ്യുന്നു? യക്കൂത്തിനെ മർഡർ ചെയ്തിട്ട് റസിയെ ഇംപ്രിസണൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം റസിയെ ഈ അൽത്തൂനിയ തന്നെ വിവാഹം കഴിക്കുന്നുണ്ട്. ദെൻ 1240 റസിയ ഒരു എന്താണ് കൊക്ക ട്രൈബ് എന്ന് പറയും. കൊക്ക ട്രൈബിൻ്റെ അവരൊരു ബാൻഡിറ്റ്സ് ആണ്, ഒരു കൊള്ളക്കാരാണ്. അവരുടെ അറ്റാക്കിൽ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ റസിയ സുൽത്താനയാണ് മിൻഹാജ് അൽ സിറാജ് എന്ന് പറയുന്ന ആളെ പാട്രണൈസ് ചെയ്തിരുന്നത്. മിൻഹാജ് അൽ സിറാജ് എഴുതിയ ബുക്കാണ് തബാക്കത്ത് ഇ നസീറി എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് വരുന്ന റൂളറാണ് ഗിയാസുദ്ദീൻ ബാൽബൻ, 1266 മുതൽ 1287 വരെ. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ നസറുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ അണ്ടറിലുള്ളൊരു വസീർ മാത്രമായിരുന്നു. ഓക്കെ. വസീർ അല്ലാത്ത നൈബായിരുന്നു. നസറുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്നത് ഇൽത്തുമിഷിൻ്റെ യങ്ങർ സണ്ണാണ്. പുള്ളിയുടെ ഒരു നൈബ് മാത്രമായിരുന്നു നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബൻ. നൈബ് എന്ന് വെച്ചാൽ വസീർ
അഥവാ പ്രൈം മിനിസ്റ്റർ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൈകാര്യം ചെയ്യുന്ന ആളെയാണ് നൈബ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇയാൾ അതിന് ശേഷം എന്ത് ചെയ്യുന്നു, റൂൾ പിടിച്ചടക്കുകയാണ്, കിങ്ഡം പിടിച്ചടക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ചാൽഗാനീസിൻ്റെ, അതായത് ആ ഗ്രൂപ്പ് ഓഫ് 40യുടെ ഹെൽപ്പോട് കൂടിയാണ് ഇത് കിങ്ഡത്തിലേക്ക് കിങ് ആയിട്ട് കയറുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ചാൽഗാനി സിസ്റ്റം അങ്ങ് എൻഡ് ചെയ്യുന്നു. ഓക്കെ. അതുപോലെ തന്നെ ദിവാൻ ഐ ആർസ് നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റാണ്. ദിവാൻ ഐ ആർസ് കൊണ്ടുവരുന്നത് ബാൽബനാണ്. അതുപോലെ ബാൽബൻ സ്വന്തമായിട്ട് എടുത്തിരുന്ന ടൈറ്റിൽ എന്ന് വെച്ചാൽ സിൽ ഇലാഹി എന്നാണ്. സിൽ ഇലാഹി എന്ന് വെച്ചാൽ ഷാഡോ ഓഫ് അള്ള. അതുപോലെ ബ്ലഡ് ആൻഡ് അയൺ പോളിസി ഓഫ് ബാൽബൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഭയങ്കര ഹാർഷ് മെത്തേഡിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. അതാണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി. ദെൻ അതിനുശേഷം സിജിദ, പൈബോസ്. സിജിദ എന്ന് വെച്ചാൽ രാജാവിനെ കാണുമ്പോൾ നമസ്കരിക്കണം. പൈബോസ് എന്ന് വെച്ചാൽ രാജാവിൻ്റെ ഫീറ്റ് കിസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നത് ആരാണ്, ബാൽബനാണ്. ബാൽബൻ്റെ യഥാർത്ഥ പേര് ഉല്ലു ഖാൻ എന്നായിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിൽ പാഴ്സി ഫെസ്റ്റിവൽ ആയിട്ടുള്ള നവറൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ബാൽബനാണ്. ബാൽബൻ്റെ ഡെത്തിന് ശേഷം 1287 ഡെത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മുടെ കൈക്കുബാദ് എന്ന് പറയുന്ന ആളായിരുന്നു സ്ലേവ് ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത്. ഓക്കെ. 1287 മുതൽ 1290 വരെ ആയിരുന്നു കൈക്കുബാദ് ഭരിച്ചിരുന്നത്. ഓക്കെ. അതിനുശേഷമാണ് ഖിൽജി ഡൈനാസ്റ്റി വരുന്നത്. ഖിൽജി ഡൈനാസ്റ്റി സെക്കൻഡ് ഡൈനാസ്റ്റിയാണ്. ജലാലുദ്ദീൻ ഖിൽജി എന്ത് ചെയ്യുന്നു, 1290 നമ്മുടെ കൈക്കുബാദിനെ കൊന്നിട്ട് ഖിൽജി ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ജലാലുദ്ദീൻ ഖിൽജി കഴിഞ്ഞ് വന്ന ആളാണ് 1296 മുതൽ 1316 വരെ അലാവുദ്ദീൻ ഖിൽജി. ഓക്കെ. ജലാലുദ്ദീൻ ഖിൽജി ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദെൻ അലാവുദ്ദീൻ ഖിൽജി വരുന്നു. ജലാലുദ്ദീൻ ഖിൽജിയെ കൊന്നുകൊണ്ടാണ് അലാവുദ്ദീൻ ഖിൽജി വരുന്നത്. ഓക്കെ. ജലാലുദ്ദീൻ ഖിൽജിയുടെ നെഫ്യൂ ആയിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ മറ്റൊരു പേരായിരുന്നു അലി ഗുർഷാപ്പ്. ഇനി ജലാലുദ്ദീൻ ഖിൽജിയുടെ അണ്ടറിൽ മാസ്റ്റർ ഓഫ് സെറിമണീസും അതുപോലെ മാസ്റ്റർ ഓഫ് വാറൊക്കെ ആയിരുന്നു ആര്, അലാവുദ്ദീൻ ഖിൽജി. അതിന് ശേഷം അലാവുദ്ദീൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് എക്സ്പെഡിഷൻസ് ഉണ്ട്. ഗുജറാത്ത് എക്സ്പെഡിഷൻ 1299, ദെൻ റൺതംബോർ, രാജസ്ഥാനിലെ റൺതംബോർ എക്സ്പെഡിഷൻ 1301, അതുപോലെ തന്നെ 1303 മേവാർ എക്സ്പെഡിഷൻ, ദെൻ മാൽവ എക്സ്പെഡിഷൻ 1305, അതുപോലെ തന്നെ ജാലോർ എക്സ്പെഡിഷൻ 1311. ഓക്കെ. ദെൻ അലാവുദ്ദീൻ ഖിൽജി ഗുജറാത്തിൽ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു സ്ലേവിനെ വാങ്ങുന്നുണ്ട്. അദ്ദേഹമാണ് മാലിക് കഫൂർ എന്ന് പറയുന്നത്. 1000 ദിനാർ കൊടുത്തിട്ടാണ് മാലിക് കഫൂറിനെ വാങ്ങുന്നത്. സോ മാലിക് കഫൂർ അറിയപ്പെട്ടിരുന്നത് എന്താണ്, ഹസാർ ദിനാറി എന്നാണ്. ഓക്കെ. ഹസാർ ദിനാറി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയുടെ കോട്ട് പോയിന്റ് ആയിരുന്നു ആര്, അമീർ ഖുസ്രു എന്ന് പറയുന്നത്. അമീർ ഖുസ്രുവിനെ അലാവുദ്ദീൻ ഖിൽജി വിളിച്ചിരുന്നത് തൂത്തെ ഇ ഹിന്ദ് അഥവാ പാരറ്റ് ഓഫ് ഇന്ത്യ എന്നാണ്. അതുപോലെ അമീർ ഖുസ്രു തിരിച്ച് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയെ 2 പേരിൽ വിളിച്ചിരുന്നു. ഒന്ന് സിക്കന്ദർ ഇ സൈനി. ഓക്കെ. സിക്കന്ദർ ഇ സൈനി, അതുപോലെ സുൽത്താൻ ഇ ജഹാൻ എന്നൊക്കെ വിളിച്ചിരുന്നു. ദെൻ അമീർ ഖുസ്രുവിൻ്റെ പ്രധാനപ്പെട്ട 2 ബുക്കാണ് തുഗ്ലക് നാമയും നൂ സിഫറും. തുഗ്ലക് നാമ ആൻഡ് നൂ സിഫർ. ഇനി മാലിക് കഫൂർ നമ്മൾ നേരത്തെ പറഞ്ഞു അലാവുദ്ദീൻ ഖിൽജിയുടെ ഒരു കമാൻഡർ ആയിരുന്നു. സ്ലേവായിട്ട് വാങ്ങി കമാൻഡർ ആക്കിയ ആളാണ് മാലിക് കഫൂർ. ആ സമയത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ വരുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ എക്സ്പെഡിഷൻ ഉണ്ട്. 1308 ദേവഗിരിയിൽ വന്നിട്ട് യാദവ എംപയറിനെ അടിക്കുന്നുണ്ട്. അതുപോലെ 1310 കാക്കതീയ റൂളേഴ്സിനെ വാരങ്കലിൽ വെച്ച് അടിക്കുന്നുണ്ട്. ദെൻ 1311 ദ്വാരസമുദ്രയിലെ ഹോയ്സല റൂളേഴ്സിനെയും അതുപോലെ 1311 തന്നെ മധുരയിലെ പാണ്ഡ്യ റൂളേഴ്സിനെയൊക്കെ മാലിക് കഫൂർ ഇവിടെ വന്ന് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഓക്കെ, അലാവുദ്ദീൻ ഖിൽജിയാണ് ഇക്ത. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൽത്തുമിഷ് സ്റ്റാർട്ട് ചെയ്ത ഇക്ത സിസ്റ്റം എൻഡ് ചെയ്യുന്നത് ആരാണ്, അലാവുദ്ദീൻ ഖിൽജിയാണ്. ദെൻ അലാവുദ്ദീൻ ഖിൽജി ദഗ് അതുപോലെ ഹുളിയ അല്ലെങ്കിൽ ചെഹ്ര എന്ന് പറയുന്ന സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദഗ് സിസ്റ്റം എന്ന് വെച്ചാൽ ഹോഴ്സിനെ ബ്രാൻഡ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഹുളിയ അല്ലെങ്കിൽ ചെഹ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾജിയേഴ്സിന് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന ആൾ. ഓക്കെ. ദെൻ അതിനുശേഷം നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി മുസ്തുഖരാജ് എന്ന് പറയുന്നൊരു സ്പെഷ്യൽ ഓഫീസറിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. ദിവാൻ ഈ മുസ്തുഖരാജ് എന്നൊക്കെ പറയും. കൊണ്ടുവന്ന അലാവുദ്ദീൻ ഖിൽജിയാണ് ലാൻഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജി ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് ടാക്സുകളുണ്ട്. ഖരായി, ചരായി, ഖരാജ്. ഖരായി എന്ന് വെച്ചാൽ ഗറിന് വേണ്ടിയിട്ടുള്ള ടാക്സാണ്, ഹൗസ് ടാക്സ്. ചരായി എന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്ററൽ ലാൻഡ്, ഗ്രേസിംഗ് ലാൻഡിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ട ടാക്സാണ്. അതുപോലെ ഖരാജ് എന്ന് പറഞ്ഞാൽ പെസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ 50% ആണ്. ഓക്കെ. 50% കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് ഖരാജ്. അതുപോലെ ജസിയ, സക്കത്തൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്ന ടാക്സ് ആണ്. ജസിയ എന്ന് വെച്ചാൽ
മുഹമ്മദ് ബിൻ ഖാസിമാണ് അത് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ജസിയ നോൺ മുസ്ലിംസിന് അടയ്ക്കേണ്ടി വരുന്ന ടാക്സാണ്. സക്കത്ത് മുസ്ലിംസിന് അടയ്ക്കേണ്ട ടാക്സാണ്. ഓക്കെ, അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് 3 മാർക്കറ്റ് റിഫോം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് ഗ്രെയിൻസിന് വേണ്ടിയിട്ട് ഷാനായി മന്തി, അതുപോലെ ക്ലോത്തിന് വേണ്ടിയിട്ട് ദിവാനായി റിയാസത്ത്, അതുപോലെ തന്നെ നമ്മുടെ സ്ലേവ്സിനും കാറ്റിൽസിനൊക്കെ വേണ്ടിയിട്ട്, ഹോഴ്സിനൊക്കെ വേണ്ടിയിട്ട് ബന്ദ്ഗാൻ എന്ന് പറയുന്ന ഇങ്ങനെ 3 മാർക്കറ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഷാനയെ കൊണ്ടുവരുന്നുണ്ട്. ഷാന എന്ന് വെച്ചാൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യേണ്ട ഓഫീസറാണ്. ഈ ഓഫീസറൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് മുനിയൻസിനെ ബരീസിനെ കൊണ്ടുവരുന്നുണ്ട്. മുനിയൻസ് എന്ന് വെച്ചാൽ സ്പൈസ് ആണ്. ദെൻ ബരീദ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലോത്ത് മാർക്കറ്റ് എന്ന് വെച്ചാൽ സാറ ഐ ആദിലാണ്. ഓക്കെ, സാറ ഐ ആദിലാണ്. ദെൻ ഗ്രെയിൻ മാർക്കറ്റ് ഷാനായി മന്തിയാണ്. സാറ ഐ ആദിൽ, ഷാനായി മന്തി. ഓക്കെ, പിന്നെ ഉള്ളത് അലാവുദ്ദീൻ കൺസ്ട്രക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നോക്കാം. അലാവുദ്ദീൻ കൺസ്ട്രക്ട് ചെയ്താണ് അലായ് ഫോർട്ട്, അതുപോലെ അലൈ ദർവാസ. ഇതൊക്കെ കുത്തുബ് മിനാറിൻ്റെ എൻട്രൻസ് ആണ് അലൈ ദർവാസ. ഇത് കൺസ്ട്രക്ട് ചെയ്തത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഡൽഹിയിലെ 2ാമത്തെ സിറ്റി ആയിട്ടുള്ള സിറി കൺസ്ട്രക്ട് ചെയ്യുന്നത് അലാവുദ്ദീനാണ്. ആദ്യത്തെ സിറ്റി കൺസ്ട്രക്ട് ചെയ്തത് തൊമാർ ഡൈനാസ്റ്റി ആണ്. ഓക്കെ, തൊമാർ ഡൈനാസ്റ്റിയാണ്. കിലാറായ് പിത്തോറ എന്ന് പറയും. കിലാറായ് പിത്തോറ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഡൽഹിയുടെ ഫസ്റ്റ് സിറ്റിയാണ്. അത് തൊമാർ ഡൈനാസ്റ്റിയാണ്. സെക്കൻഡ് സിറ്റി ആയിട്ടുള്ള സിറിയാണ് ആര് കൺസ്ട്രക്ട് ചെയ്യുന്നത്? അലാവുദ്ദീൻ ഖിൽജി കൺസ്ട്രക്ട് ചെയ്യുന്നത്. പിന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ ടോംബ് ഉള്ളത് ഡൽഹിയിലാണ്. അതുപോലെ ഓക്കെ, അത്രയൊക്കെയാണ് പ്രധാനമായിട്ടും അതിനകത്ത് പഠിക്കാനുള്ളത്. ഇനി അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്യുന്നു? 1316 അലാവുദ്ദീൻ ഖിൽജി മരിക്കുന്നു. അതിനുശേഷം മാലിക് കഫൂർ അലാവുദ്ദീൻ്റെ മകനായിട്ടുള്ള ഒമാറിനെ കിങ് ആക്കിയാണ്. ഓക്കെ, ഒമറിനെ. അതിനുശേഷം ഒമറിനെ അലാവുദ്ദീൻ ഖിൽജിയുടെ തന്നെ എൽഡസ്റ്റ് സണ്ണായിട്ടുള്ള മുബാരക്ക് കൊല്ലുന്നു. അതിനുശേഷം മുബാരക്കിനെ ഖുസ്രു ഖാൻ എന്ന് പറയുന്ന മുബാരക്കിൻ്റെ തന്നെ സ്വന്തം മിലിറ്ററി കമാൻഡർ ആയിട്ടുള്ള ഖുസ്രു ഖാൻ കൊല്ലുന്നു. ഓക്കെ, ഈ ഖുസ്രു ഖാനെ എന്ത് ചെയ്യുന്നു? 1320 ഗാസി മാലിക് എന്ന് പറയുന്ന ആള് കൊല്ലുന്നു. ഓക്കെ, ഗാസി മാലിക്കാണ് ആക്ച്വലി ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ഖുസ്രു ഖാനെ ഗാസി മാലിക്കാണ് കൊല്ലുന്നത്. ഗാസി മാലിക്കാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. അങ്ങനെ തുഗ്ലക്ക് ഡൈനാസ്റ്റി ഗിയാസുദ്ദീൻ തുഗ്ലക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം 1320. 1320 മുതൽ 1325 വരെ 1320 മുതൽ 1325 വരെ ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് ഭരിച്ചത്. ഇദ്ദേഹമാണ് തുഗ്ലക്കാബാദ് ഫോർട്ട് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, 3rd സിറ്റി ഓഫ് ഡൽഹിയാണ് തുഗ്ലക്കാബാദ് ഫോർട്ട്, 3ാമത്തെ സിറ്റി ഇത് ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തുഗ്ലക്കാബാദ് ഫോർട്ട് ഒക്കെ ബിൽഡ് ചെയ്യുന്നത് ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ്. ദെൻ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ജോന അഥവാ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് റൂളറാവുന്നു 1325 മുതൽ 1351 വരെ. മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും വലിയ കിങ്ഡം ഭരിച്ചിരുന്ന ആൾ. ഇദ്ദേഹത്തെ വൈസസ്റ്റ് ഫൂൾ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഓക്കെ, കാരണം വെച്ചാൽ ഇദ്ദേഹം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഫെയിൽ ആയിപ്പോൾ. ഇദ്ദേഹം ചെയ്ത ഫെയിൽഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേവഗിരി ദൗലത്താബാദ് എന്ന് പറയുന്ന ദേവഗിരിയെ ദൗലത്താബാദ് ആക്കിയിട്ട് ക്യാപിറ്റൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് ഫെയിലായി പോകുന്നു. അതുപോലെ ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ബ്രോൺസിലാണ് കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ആൾക്കാരെന്ത് ചെയ്യുന്നു? ബ്രോൺസിനെ കറൻസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാതെ അവരവരുടെ ഗോൾഡ് സിൽവറും ഒക്കെ കൂടുതൽ വില കൂടിയതായതുകൊണ്ട് അത് കയ്യിൽ വെച്ചിട്ട് അത് വെച്ച് സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അത് ഫെയിലായി പോകുന്നു. അതുപോലെ കറാച്ചിൽ എക്സ്പെഡിഷൻ, അതുപോലെ ഹോറസാൻ എക്സ്പെഡിഷനൊക്കെ ഇദ്ദേഹത്തിൻ്റെ എക്സ്പെഡിഷനുകളൊക്കെ ഭയങ്കര ഫെയിൽ ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഇദ്ദേഹത്തെ വൈസസ്റ്റ് ഫൂൾ എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന ഒരു റൈറ്ററാണ് സിയാവുദ്ദീൻ ബറാനിയാണ് താരിഖ് ഐ ഫെറോസ് ഷാഹി, അതുപോലെ തന്നെ ഫത്വായി ജഹന്താരി ഇങ്ങനെയൊക്കെയുള്ള ബുക്കുകൾ എഴുതിയിരുന്നത്. ഓക്കെ, ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെയൊക്കെ ഹൈ പ്രയോറിറ്റി അഡ്മിനിസ്ട്രേഷൻ പൊസിഷനിലാണ് കൊണ്ടിരുത്തിയിട്ടുണ്ടെന്ന്. അതായത് ഒരു വൈൻ ഡിസ്റ്റിലർ ആയിട്ടുള്ള അസീസ് കുമാറിനെ, അതുപോലെ ബാർബർ ആയിട്ടുള്ള ഫിറൂസ് ഹജാമിന, കുക്കായിട്ടുള്ള മങ്ക തബാക്കിന, ദെൻ ഗാർഡനേഴ്സ് ആയിട്ടുള്ള ലതയെയും പിറയെയൊക്കെ എന്ത് ചെയ്തു? വലിയ എന്ത് ചെയ്തിട്ടുണ്ട്? പൊസിഷനിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ടെന്ന് താരിഖ് ഐ ഫെറോസ് ഷാഹിയിൽ എഴുതിയിട്ടുണ്ട്, സിയാവുദ്ദീൻ ബറാനി എഴുതിയ. അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ എന്താണ് റൂളിങ്ങിൻ്റെ പ്രശ്നങ്ങളാണ്. അതുപോലെ ജഹാൻപന എന്ന് പറയുന്ന സിറ്റി ബിൽഡ് ചെയ്തത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ദെൻ ബീഗംപുരി മോസ്ക് ബിൽഡ് ചെയ്തത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. ഓക്കെ, അതിനുശേഷം വരുന്ന തുഗ്ലക്ക് ഡൈനാസ്റ്റിയിലെ റൂളറാണ് നമ്മുടെ ഫെറോസ് ഷാ തുഗ്ലക്ക്. 1351 മുതൽ 1380
88 വരെയാണ്. ഇദ്ദേഹം മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കസിനായിരുന്നു. ഇദ്ദേഹം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട 4 ടാക്സുകളാണ് ഖരാജ്. ഖരാജ് എന്ന് വെച്ചാൽ പെസൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ 1/10 കൊടുക്കണം, 1/10 പാർട്ട്. അതുപോലെ സക്കാത്ത് പ്രോപ്പർട്ടി ടാക്സ് ആണ്, 2% ടാക്സ് ഓൺ പ്രോപ്പർട്ടിയാണ്. ദെൻ ജിസിയ നോൺ മുസ്ലിംസിൽ കൊടുത്തിരുന്നത് പണ്ട് മുതലുള്ള ടാക്സ് ആണ്. ദെൻ ഖംസ് എന്ന് വെച്ചാൽ ഒരു വാറിനൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കൊള്ള മുതലിൻ്റെ 1/5 കൊടുക്കണം. ഓക്കെ. അതുപോലെ തന്നെ ഫിറോസ് ഷാ തുഗ്ലക്ക് കൊണ്ടുവന്ന 2 ടാക്സുകളാണ് ഹാക്ക് ഐ ഷർബും ഹാസിൽ ഐ ഷർബും. ഹാക്ക് ഐ ഷർബ് എന്ന് വെച്ചാൽ ഇറിഗേഷൻ ടാക്സ് ആണ്. അതുപോലെ ഹാസിൽ ഐ ഷർബ് എന്ന് വെച്ചാൽ വാട്ടർ ടാക്സുമാണ്. ദെൻ ഫിറോസ് ഷാ തുഗ്ലക്ക് ബിൽഡ് ചെയ്ത കുറച്ച് സിറ്റികൾ നോക്കുകയാണെങ്കിൽ ഫത്തേബാദ്, ഹിസാർ, ജോൻപൂർ, ഫിറോസാബാദ്. ഓക്കെ, ഇതൊക്കെയാണ്. ഈ ജോൻപൂർ എന്ന് വെച്ചാൽ നമ്മുടെ ജോൻ ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ബിൽഡ് ചെയ്ത ടൗൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കുത്തബ് മിനാറിൻ്റെ 5ാമത്തെ നില ബിൽഡ് ചെയ്യുന്നത് ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഇടിമിന്നലേറ്റ് പൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ റിപ്പയർ ചെയ്തിട്ട് 5ാമത്തെ നില കുത്തബ് മിനാറിൽ ബിൽഡ് ചെയ്യുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഓക്കെ. അതുപോലെ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ സമയത്തുണ്ടായിരുന്ന PM ആണ് ഖാൻ-ഐ ജഹാൻ മക്ബൂൽ എന്ന് പറയുന്ന ആൾ. ഓക്കെ. ഈ ഇഖ്തദാർ സിസ്റ്റം ഫിറോസ് ഷാ തുഗ്ലക്ക് വീണ്ടും ഇഖ്ത സിസ്റ്റം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഫിറോസ് ഷാ തുഗ്ലക്കാണ് ഇഖ്ത സിസ്റ്റം ഹെറിഡിറ്ററി ആക്കി കൊടുക്കുന്നത്. ഓക്കെ. അതിനുശേഷം 1398 മുഹമ്മദ് ബിൻ ഫിറോസ് ഷാ തുഗ്ലക്ക് 1388 കഴിയുന്നു. അതിനുശേഷം 1398 കാലഘട്ടത്തിൽ മുഹമ്മദ് ഷാ തുഗ്ലക്കായിരുന്നു ഡൽഹി സുൽത്താനായിട്ട് ഭരിച്ചിരുന്നത്. ആ സമയത്ത് തിമൂർ ഇൻവേഡ് ചെയ്യുന്നുണ്ട്. തിമൂർ ഇൻവേഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഡൽഹി സുൽത്താനായിട്ടിൽ തുഗ്ലക്സിനെയൊക്കെ തോപ്പിച്ചതിന് ശേഷം ഖിസ്ർ ഖാനെ എന്ത് ചെയ്യുന്നു? ഖിസ്ർ ഖാനെ അവിടുത്തെ റൂളറാക്കി വയ്ക്കുന്നു. ഖിസ്ർ ഖാനാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? സയ്യിദ് ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. 1414 മുതൽ 1451 വരെ ഉണ്ടായിരുന്ന സയ്യിദ് ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഖിസ്ർ ഖാനാണ്. ഈ സയ്യിദ് ഡൈനാസ്റ്റിയാണ് ഡൽഹി സുൽത്താനേറ്റിലെ ഒരേ ഒരു മംഗോൾ ഒറിജിനുള്ള കിങ്ഡം. ബാക്കിയെല്ലാം തുർക്കിഷ് ആയിരുന്നു. ഓക്കെ. ഇനി ഷാഹി യാൻ ബിൻ സിർഹിന്ദി എഴുതിയിട്ടുള്ള താരിഖ്-ഐ മുബാരക്കിൽ പറഞ്ഞേക്കുന്നത് ഈ സയ്യിദ് ഡൈനാസ്റ്റിയുള്ള ആൾക്കാരെന്ന് പറയുന്നത് പ്രൊഫറ്റ് മുഹമ്മദിൻ്റെ ഡിസെൻഡൻസ് ആണെന്നാണ്. അങ്ങനെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ സയ്യിദ് ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളറായിട്ടുള്ള അലം ഷായെ ബഹ്ലൂൽ ലോധി കൊല്ലുന്നു. കൊന്നതിന് ശേഷം ലോധി ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം. 1451 എസ്റ്റാബ്ലിഷ് ചെയ്യണം. 1451 മുതൽ 1488 വരെ ബഹ്ലൂൽ ലോധിയാണ് ഭരിച്ചത്. ദെൻ 1489 മുതൽ 1517 വരെ സിക്കന്ദർ ലോധി. ഓക്കെ, സിക്കന്ദർ ലോധിയാണ് ഭരിച്ചത്. ഓക്കെ. സിക്കന്ദർ ലോധി ഡൽഹി ആയിരുന്നല്ലോ ഇപ്പോൾ ഇതുവരെ ക്യാപിറ്റൽ ഡൽഹി ആയിരുന്നു. ഈ ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സക്കത്ത് എന്ന് പറയുന്ന നമ്മുടെ മുസ്ലിംസിന് ലെവി ചെയ്തിരുന്ന ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്? റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ സിക്കന്ദ്ര. ഓക്കെ. നമ്മുടെ ആഗ്ര എന്ന് പറയുന്ന സിറ്റി ഫൗണ്ട് ചെയ്യുന്നത് സിക്കന്ദർ ലോധിയാണ്. ഓക്കെ. 1504 ആഗ്ര എന്ന് പറയുന്ന സിറ്റി ഫൗണ്ട് ചെയ്യുന്നത് സിക്കന്ദർ ലോധിയാണ്. ദെൻ ഗാസ് ഐ സിക്കന്ദറി എന്ന് പറയുന്ന ഒരു മെഷർമെൻറ്റ് യൂണിറ്റ് ഒക്കെ ആര് കൊണ്ടുവരുന്നുണ്ട്? സിക്കന്ദർ ലോധി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മോത്ത് കി മസ്ജിദ് ബിൽഡ് ചെയ്തത് ആരാണ്? സിക്കന്ദർ ലോധിയാണ്. ദെൻ അത് കഴിഞ്ഞ് വരുന്ന ആളാണ് 1517 മുതൽ 1526 വരെ നമ്മുടെ ഇബ്രാഹിം ലോധിയായിരുന്നു ലോധി ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ റൂള് ഒട്ടും ശരിയല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഗവർണറിൻ്റെ ക്ഷണപ്രകാരമാണ് നമ്മുടെ മുഗൾ റൂളറായിട്ടുള്ള ബാബർ 1526 ഇവിടേക്ക് വന്നിട്ട് 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് നടക്കുന്നു. അതിലൂടെ ഇബ്രാഹിം ലോധിയെ ബാബർ തോപ്പിച്ച് മുഗൾ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ. ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ പ്രൈമറി ടോൺസ് യൂസ്ഡ് ഇൻ വേദിക് ചാൻറ്റിങ്? വേദിക് ചാൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന പ്രൈമറി ടോൺ അല്ലാത്തതിലേതെന്നാണ് ചോദ്യം. അനുദത്ത, ഉദത്ത, സ്വരിത, മന്ത്രത. ഓക്കെ, ഇതിൻ്റെ ഉത്തരം മന്ത്രതയാണ്. അനുദത്ത, ഉദത്ത, സ്വരിതയൊക്കെ വേദിക് ചാൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന പ്രൈമറി ടോൺസ് ആണ്. അത് നമുക്ക് നോക്കാം. ഓക്കെ, വേദാസ് എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് ആണ്. വേദാസിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സംഹിതാസ് അല്ലെങ്കിൽ ഹൈംസ്, ബ്രാഹ്മണാസ് അല്ലെങ്കിൽ റിച്വൽസ്, ആരണ്യകാസ് അല്ലെങ്കിൽ തിയോളജി,
ഉപനിഷത്തുകൾ അഥവാ ഫിലോസഫി. ഇനി നമുക്ക് പ്രധാനമായിട്ടും 4 വേദങ്ങളാണുള്ളത്. ഋഗ്വേദ കളക്ഷൻ ഓഫ് 1028 ഹൈംസ് ആണ്, അഥവാ സൂക്തങ്ങളാണ്. ഇതിലാണ് ഗായത്രി മന്ത്രം ഉള്ളത്. ഓൾഡസ്റ്റ് റിലീജിയസ് ടെക്സ്റ്റ് ആണ് ഋഗ്വേദ എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞ് ഒന്നാണ് സാമവേദ. സാമവേദയിൽ മെലഡീസും ചാൻസും ഒക്കെയാണ്. ഓക്കെ, മ്യൂസിക്, ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ ഈ സാമവേദ എന്നാണ് ഉത്ഭവിച്ചു വന്നിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞ് വന്നതാണ് ഓക്കെ, അടുത്താണ് യജുർവേദ. യജുർവേദയിൽ റിച്വൽസും സാക്രിഫിഷ്യൽ പ്രേയേഴ്സും ഒക്കെയാണ് പറയപ്പെടുന്നത്. യജുർവേദയെ തന്നെ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ശുക്ല യജുർവേദയും കൃഷ്ണ യജുർവേദയും. ശുക്ല യജുർവേദ എന്ന് വെച്ചാൽ വൈറ്റ് യജുർവേദയാണ്, ആൻഡ് കൃഷ്ണ യജുർവേദ എന്ന് വെച്ചാൽ ബ്ലാക്ക് യജുർവേദയാണ്. ദെൻ അഥർവേദ എന്ന് വെച്ചാൽ മാജിക്, ചാംസ്, അതുപോലെ ഡെയിലി ലൈഫ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇതിൽ മെഡിസിൻ, അതുപോലെ ഇവിൾ സ്പിരിറ്റിൽ നിന്നൊക്കെ ഉള്ള പ്രൊട്ടക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അഥർവേദയിൽ പറഞ്ഞിരിക്കുന്നു. ഇനി ഉപനിഷത്ത് എന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ മറ്റൊരു പേരാണ് വേദാന്ത. വേദങ്ങളുടെ അന്ത്യത്തിൽ അവസാനം ഉള്ള കാര്യമാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന പ്രധാനമായിട്ടും ആത്മൻ അഥവാ ഇൻഡിവിജ്വൽ സോളും ബ്രഹ്മൻ അഥവാ യൂണിവേഴ്സൽ സോളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ഇത് പറയുന്നത്, ഈ ഉപനിഷത്തുകൾ. ഇതിൽ സംസാര, അതുപോലെ കർമ്മ, മോക്ഷയൊക്കെയാണ് ഉള്ളത്. സംസാരം എന്ന് വെച്ചാൽ റീഇൻകാർണേഷൻ, കർമ്മ എന്ന് വെച്ചാൽ ആക്ഷൻ, അതുപോലെ മോക്ഷം എന്ന് വെച്ചാൽ ലിബറേഷൻ. പ്രധാനപ്പെട്ട ഉപനിഷത്തുകൾ നോക്കുകയാണെങ്കിൽ മുണ്ടക ഉപനിഷത്ത്. മുണ്ടക ഉപനിഷത്ത് നിന്നാണ് നമ്മുടെ സത്യമേവ ജയതേ എന്ന് പറയുന്ന നാഷണൽ മോട്ടോ എടുത്തിരിക്കുന്നത്. ദെൻ ബൃഹദാരണ്യകീയ ഉപനിഷത്ത്, അതിൽ നിന്നാണ് നെറ്റി അഥവാ നോട്ട് ദിസ് നോട്ട് ദാറ്റ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ തരത്തിലുള്ള കോൺസെപ്റ്റാണ് അതിനകത്തുള്ളത്. ദെൻ ചന്തോക്യ ഉപനിഷത്ത്, അതിൽ നിന്നാണ് നമ്മുടെ തത്വമസി എന്ന് പറയുന്ന ഫ്രേസ് എടുത്തിരിക്കുന്നത്. ദെൻ കഥോപനിഷത്ത്. കഥോപനിഷത്തിൽ ഒരു നാച്ചിക്കേത്ത എന്ന് പറയുന്നൊരു പയ്യനും അതുപോലെ യമ അറിയല്ല, ഗോഡ് ഓഫ് ഡെത്തും തമ്മിലുള്ള സംസാര ഡയലോഗ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി വേദിക് ചാൻഡിങ്ങിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ വേദിക് ചാൻഡിങ്ങിനെ യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് മാസ്റ്റർ പീസ് ഓഫ് ദ ഓവർ ആൻഡ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി ആയിട്ട്. 1000 വർഷങ്ങളായിട്ട് ഓറലി നമ്മൾ സംസാരത്തിലൂടെ നമ്മുടെ ചൊല്ലിലൂടെ കൊണ്ടുപോകുന്ന പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് വേദിക് ചാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായി തെറ്റാതെ ചൊല്ലാൻ വേണ്ടിയിട്ട് സ്കോളേഴ്സ് ഡെവലപ്പ് ചെയ്ത കോംപ്ലക്സ് ആയിട്ടുള്ള പാറ്റേൺസിനെയാണ് നമ്മൾ പദാസ് എന്ന് പറയുന്നത്. ഓക്കെ, വാക്യപദ, പാഠപദ, ക്രമപദ, ജാതപദ അല്ലെങ്കിൽ ഗണപദ. വാക്യപദം എന്ന് വെച്ചാൽ നമ്മൾ സെൻറ്റൻസിന് അതേപോലെ അങ്ങ് വായിക്കുന്നതാണ്. പാഠപദ എന്ന് വെച്ചാൽ സെൻറ്റൻസിനെ ഓരോ വാക്കുകളാക്കി നമ്മൾ വായിക്കുന്നതാണ്. ക്രമപദ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക പെയറിങ് ചെയ്ത് വായിക്കുന്നതാണ്. ഈ രണ്ടെണ്ണം വെച്ച് പെയർ ചെയ്ത് വായിക്കുന്നതാണ് ക്രമപദ. ജാതപദ അല്ലെങ്കിൽ ഗണപദ എന്ന് വെച്ചാൽ അത് തിരിച്ചും മറിച്ചും ഒക്കെ വായിക്കുന്നതാണ്. തുടക്കത്തിൽ നിന്ന് അവസാനത്തിലേക്ക്, അവസാനം തുടക്കത്തിലേക്ക്, ഒരു പ്രത്യേക രീതിയിൽ അതിനെ മാറ്റിയും തിരിച്ചും വായിക്കുന്നതാണ്. എന്തിനാണെന്ന് വെച്ചാൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വായിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ വെദിക് ചാൻഡിങ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് സ്വര അല്ലെങ്കിൽ ആക്സൻസ് മാറിക്കഴിഞ്ഞാൽ വെദിക് വേർഡ്സിൻ്റെയൊക്കെ മീനിങ് തന്നെ മൊത്തത്തിൽ മാറിപ്പോകും. അപ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലാണ് ആക്സൻസ് ഉള്ളത്. ഉദത്ത എന്ന് വെച്ചാൽ നമ്മൾ ഹൈ പിച്ചിൽ വായിക്കേണ്ടതാണ്. അനുദത്ത എന്ന് വെച്ചാൽ ലോ പിച്ചിൽ. ആൻഡ് സ്വരിത എന്ന് വെച്ചാൽ ഫാളിംഗ് പിച്ച്, ഹൈന്ന് ലോയിലേക്ക് വരുന്ന ഒരു പിച്ചിലാണ് സ്വരിത വായിക്കാനുള്ളത്. ഇനി മന്ത്രശക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യത്തോടൊപ്പം തന്നെ അതിൻ്റെ സൗണ്ട് അഥവാ വൈബ്രേഷനും എന്താണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അതാണ് മന്ത്രശക്തി. ഇനി നമുക്കിത് ഋഗ്വേദ ഓരോ വേദങ്ങളുടെ പ്രീസ്റ്റുകൾ നോക്കാം. ഋഗ്വേദയുടെ പ്രീസ്റ്റിനെയാണ് ഹോത്രി എന്ന് പറയുന്നത്. ഹൈംസ് ഒക്കെ റിസൈറ്റ് ചെയ്യുന്ന ആളാണ്. സാമവേദയുടെ പ്രീസ്റ്റിനെയാണ് ഉദ്ഗാത്രി എന്ന് പറയുന്നത്. ഓക്കെ, മെലഡീസ് ഒക്കെ പാടുന്ന ആളാണ്. ദെൻ യജുർവേദയുടെ പ്രീസ്റ്റാണ് അദ്വൈരു. ഓക്കെ, അദ്വൈരു ഇദ്ദേഹം ഫിസിക്കൽ റിച്വൽസ് ഒക്കെ എന്ത് ചെയ്യും, പെർഫോം ചെയ്യും. ദെൻ അഥർവവേദയുടെ പ്രീസ്റ്റാണ് ബ്രഹ്മ, സാക്രിഫൈസ് ഒക്കെ നോക്കി നടത്തുന്ന ആളാണ്. ഓക്കെ, ഇത് പഠിക്കാനുള്ളൊരു കോഡാണ് HR. ഓക്കെ, HR ഹോത്രി ഋഗ്വേദ. HR US പോയി, US ഉദ്ഗാത്രി സാമവേദ. എന്നിട്ട് എന്ത് സംഭവിച്ചു, BA പഠിച്ചു, ബ്രഹ്മ അഥർവവേദ. ഓക്കെ, ഇത് ഇത്ര ആലോചിച്ച് വെച്ചോ, ബാക്കിയുള്ളത് കിട്ടും. ഓക്കെ, HR US പോയി BA പഠിച്ചു. സോ നമുക്കിപ്പോൾ അറിയാം ഇതിൻ്റെ ഉത്തരം ഏതാണ്, മന്ത്രതയാണ്. അനുദത്തെ, ഉദത്തെ, സ്വരിതെ വെദിക് ചാൻഡിങ്ങിൻ്റെ ടോൺസ് ആണ്, അല്ലെങ്കിൽ എന്താണ് ആക്സൻസ് അല്ലെങ്കിൽ സ്വരങ്ങളാണ്. ഓക്കെ, ലോത്തൽ വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡാഷ് ഡ്യൂറിങ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. മാരിടൈം ട്രേഡ്, സ്പിരിച്വൽ റിച്വൽസ്, മിലിറ്ററി ബേസ്, കോപ്പർ മൈനിങ്. നമ്മൾ പലതവണ നോക്കിയതാണ്. ഇതിൻ്റെ ഉത്തരം മാരിടൈം ട്രേഡാണ്, കാരണം അവിടെ ഒരു ഡോക്ക് യാർഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ഗുജറാത്തിലെ ലോത്തൽ. ഇൻ ദ 1892 Indian Councils Act, the British government introduced certain reforms in response to
ഇന്ത്യൻ ഡിമാൻഡ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എ സിഗ്നിഫിക്കൻറ്റ് പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്? 1892 കൗൺസിൽസ് ആക്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊവിഷൻ ഏതെന്നാണ് ചോദ്യം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ മുസ്ലിംസ്, ഒരിക്കലല്ല, ഇത് മോർലെ മിൻറ്റോ റിഫോംസ് ഓഫ് 1909 ആണ്. പ്രൊവിഷൻ ഫോർ ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ഇൻ ദ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഗ്രാൻഡിങ് ഫുൾ സെൽഫ് ഗവർണൻസ് ടു ഇന്ത്യൻ പ്രൊവിൻസസ്, ഒരിക്കലും അപ്പോഴൊന്നും നമുക്ക് ഫുൾ ഇതൊന്നും കിട്ടിയിട്ടില്ല. ഇൻട്രൊഡക്ഷൻ ഓഫ് ഡയറക്റ്റ് ഇലക്ഷൻസ് ഫോർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഇതുമല്ല. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ഇൻ ദ ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. നമുക്ക് നോക്കാം. 1892 ആക്ട് വന്നത് നമ്മുടെ INC ഡിമാൻഡ് ചെയ്തുകൊണ്ട് വന്നതാണ്. ഒരു പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇന്ത്യയിൽ വരാനുള്ള പ്രധാനപ്പെട്ട ഫൗണ്ടേഷൻ വെച്ചാൽ 1892 ഈ ഇന്ത്യൻ കൗൺസിൽസ് ആക്റ്റാണ്. അതുപോലെ അതിലൂടെ ഇന്ത്യൻ ലീഡേഴ്സിനെ അതിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ, ആ ഒരു കൗൺസിൽ, എക്സിക്യൂട്ടീവ് കൗൺസിൽ റെപ്രസെൻറ്റ് ചെയ്യാനുള്ളൊരു അവസരം ഇതിലൂടെ കിട്ടുകയാണ്. ദെൻ എന്താണ് ഈ ആക്ട് നമ്മുടെ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലൊക്കെ മെമ്പേഴ്സിൻ്റെ എണ്ണം കൂട്ടി. അതുപോലെ തന്നെ ഇലക്ഷൻ എന്ന് പറയുന്ന വേർഡ് അതിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പോലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. കൗൺസിലിൽ ആരൊക്കെ ഉണ്ടാവണം എന്നുള്ളൊരു ആ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാനുള്ള പവർ ഇന്ത്യൻസിന് കിട്ടി. അതുപോലെ ബഡ്ജറ്റ് ഡിസ്കഷൻ കൊണ്ടുവന്നു. അതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 6 ദിവസം മുന്നേ ഒരു നോട്ടീസ് കൊടുത്തിട്ട് എക്സിക്യൂട്ടീവ്സിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം മെമ്പേഴ്സിന്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആക്ടുകൾ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1958, ഇത് 1857 റിവോൾട്ടിന് ശേഷം വന്നൊരു ആക്റ്റാണ്. ഇതിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പവർ കംപ്ലീറ്റ്ലി പോകുന്നു. ക്രൗൺ കംപ്ലീറ്റ് ആയിട്ടും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ടെറിട്ടറികളെല്ലാം എടുക്കുന്നു. ദെൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ കൊണ്ടുവരുന്നു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പവറുള്ള അതോറിറ്റിയുള്ള ആൾ. ദെൻ വൈസ്രോയെ കൊണ്ടുവരുന്ന ഇതിലൂടെയാണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വൈസ്രോയ് ആക്കി മാറ്റുന്നു. ക്രൗണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ് വൈസ്രോയ്. ഫസ്റ്റ് വൈസ്രോയ് ആണ് ലോർഡ് കാനിങ്. ദെൻ അടുത്ത ആക്റ്റാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1861. 1892 ആണ് നമ്മളിപ്പോൾ നേരത്തെ നോക്കിയത്. 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. ഇതിൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ എന്താണ് പോർട്ട്ഫോളിയോ സിസ്റ്റം, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ ആൾക്കാർക്ക് എന്ന രീതിയിൽ പോർട്ട്ഫോളിയോസ് കൊണ്ടുവരുന്നുണ്ട് ലോർഡ് കാനിങ്. അതുപോലെ ലെജിസ്ലേറ്റീവ് ഡിവല്യൂഷൻ കൊണ്ടുവരുന്നുണ്ട്. അതായത് ആ ഒരു ടൈമിൽ കൽക്കട്ട പ്രസിഡൻസിക്കായിരുന്നു കൂടുതൽ പവർ. കാരണം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നൊക്കെ പറഞ്ഞൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് ബോംബെക്കും മദ്രാസിനും ഒക്കെ അവരുടെ ലെജിസ്ലേറ്റീവ് പവറുകൾ തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഡീസെൻട്രലൈസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അതായത് ഒരു സെൻറ്റർ അങ്ങനെ കൊണ്ടുവരാതെ ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരുന്നു. ഇനി വൈസ്രോയ്ക്ക് ഈ ഒരു ആക്ടിലൂടെ വൈസ്രോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻസിനെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സായിട്ട് കൗൺസിലിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 അല്ലെങ്കിൽ മോർലെ മിൻറ്റോ റിഫോംസ് എന്ന് വെച്ചാൽ നമ്മുടെ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ മുസ്ലിം കൊണ്ടുവന്ന ആ ഒരു ആക്റ്റാണ്. ഭയങ്കര കോൺട്രവേഴ്സി ആയതാണ്. മിൻറ്റോയാണ് നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണലിസം ഇൻ ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇതിലൂടെ ഒരു ഇന്ത്യനെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ മെമ്പറാക്കി, ഓക്കെ, നോൺ മെമ്പറല്ല മെമ്പറാക്കി അങ്ങനെ കയറിയ ആളാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ഇദ്ദേഹമാണ് ആദ്യത്തെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലുള്ള ഇന്ത്യൻ മെമ്പർ എന്ന് പറയുന്നത്. ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 എടുക്കണമെങ്കിൽ മോണ്ടേഗു ചെംസ്ഫോർഡ് റിഫോം, ഇതിലൂടെ എന്ത് ചെയ്തു? ഡയാർക്കി കൊണ്ടുവരികയാണ്. ട്രാൻസ്ഫേർഡ്, റിസർവ്ഡ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ പ്രൊവിൻസുകളിൽ കൊണ്ടുവരികയാണ്. ട്രാൻസ്ഫേർഡ് നോക്കുന്നത് മിനിസ്റ്റേഴ്സ്, ഇന്ത്യൻ മിനിസ്റ്റേഴ്സും, റിസർവ്ഡ് നോക്കുന്നത് ഏതാണ്? അവരുടെ ഗവർണേഴ്സുമാണ്. ഓക്കെ, ഇതിൽ റിസർവ്ഡിൽ നല്ല നല്ല പൊസിഷൻസ്, മിലിറ്ററി അങ്ങനെയൊക്കെയുള്ള പൊസിഷൻ കൊടുത്തു. ട്രാൻസ്ഫേർഡിൽ നമ്മുടെ ഇന്ത്യൻ മിനിസ്റ്റേഴ്സിന് എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത് അങ്ങനെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണ് കൊടുത്തത്. ഇനി ബൈക്യാമറലിസം കൊണ്ടുവന്നു. ബൈക്യാമറലിസം ലെജിസ്ലേച്ചറിൽ ബൈക്യാമറൽ അപ്പർ ഹൗസും ലോവർ ഹൗസും ഒക്കെ കൊണ്ടുവന്നത് ഈ ഒരു ആക്ടിലൂടെയാണ്. ദെൻ ഡയറക്റ്റ് ഇലക്ഷൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു ആക്ടിലൂടെയാണ്. ഓക്കെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919. അതിനുശേഷം വന്ന ആക്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒരു പോർഷനും ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലൂടെ നമ്മുടെ PSC, പബ്ലിക് സർവീസ് കമ്മീഷന്, അതുപോലെ എമർജൻസി, ജുഡീഷ്യറി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935ലൂടെയാണ്. ഓക്കെ, ഇതിലൂടെ എന്ത് ചെയ്തു? നേരത്തെ ഇവിടെ കൊണ്ടുവന്ന ഡയാർക്കി ഇൻ പ്രൊവിൻസ് എടുത്ത് മാറ്റിയിട്ട് സെൻട്രലിൽ ഡയാർക്കി കൊണ്ടുവന്നിട്ട് പ്രൊവിൻസുകളിലെ ഡയാർക്കി അവരെന്ത് ചെയ്തു? അബോളിഷ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, പ്രൊവിൻഷ്യൽ ഓട്ടോണമി കൊണ്ടുവന്നു, പ്രൊവിൻസിലെ ഡയാർക്കി അബോളിഷ് ചെയ്തു, പക്ഷേ സെൻട്രലിൽ ഡയാർക്കി കൊണ്ടുവരികയും ചെയ്തു. അതുപോലെ തന്നെ പവർ ഡിവൈഡ് ചെയ്തു. ഫെഡറൽ, പ്രൊവിൻഷ്യൽ, കൺകറന്റ് ഇങ്ങനെ 3 ലിസ്റ്റിലേക്ക് പവറുകൾ ഡിവൈഡും ചെയ്തു. ഓക്കെ, who among the following won the bronze medal in the men's individual recurve event at the Archery World Cup 2025 Stage 1? ഇതിൻ്റെ ഉത്തരം ധിരാജ് ബൊമ്മ ദേവരയാണ്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് നോക്കുവാണെങ്കിൽ
നമ്മുടെ ICC മെൻസ് T20 വേൾഡ് കപ്പ് നടന്നു 2026. ഇന്ത്യയാണ് ജയിച്ചത്, ന്യൂസിലൻഡിനെയാണ് തോപ്പിച്ചത്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് നടന്നത്. ഓക്കെ, സഞ്ജു സാംസൺ ആണ് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ്. അതുപോലെ ജസ്പ്രീത് ബുംറയാണ് പ്ലെയർ ഓഫ് ദ ഫൈനൽ. ഇന്ത്യയുടെ 3ാമത്തെ T20 വേൾഡ് കപ്പ് ടൈറ്റിലാണ്. രഞ്ജി ട്രോഫി ജയിച്ചത് ജമ്മു കാശ്മീരാണ്, കർണാടകയെ തോപ്പിച്ച്. വിജയ് ഹസാര ട്രോഫി ജയിക്കുന്ന വിദർഭയാണ്, സൗരാഷ്ട്രയാണ് തോപ്പിച്ചത്. ഓക്കെ, സൗരാഷ്ട്രയെ തോപ്പിച്ച് വിദർഭ ജയിക്കുന്നു. ദെൻ വുമൻസ് പ്രീമിയർ ലീഗ് 2026 ജയിച്ചത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. അണ്ടർ-19 മെൻസ് വേൾഡ് കപ്പ് 2026 ജയിച്ചത് ഇന്ത്യയാണ്. ദെൻ ഏഷ്യ കപ്പ് 2025 പാകിസ്ഥാനെ തോപ്പിച്ചു, ഇന്ത്യ പാകിസ്ഥാനെ തോപ്പിച്ചു. 9th റെക്കോർഡ് ടൈറ്റിലാണ് ഏഷ്യ കപ്പ് ഇന്ത്യക്ക് കിട്ടുന്നത്. ദെൻ ബ്ലൈൻഡ് വുമൻസ് T20 വേൾഡ് കപ്പ് എടുക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ഇനാഗുറൽ എഡിഷൻ നേപ്പാളിനെ തോപ്പിച്ച് ഇന്ത്യ ജയിച്ചു. ഓക്കെ, ദെൻ സാഫ് അണ്ടർ-17 മെൻസ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചത് ബംഗ്ലാദേശിനെ തോപ്പിച്ച് ഇന്ത്യ തന്നെ ജയിച്ചു. ദെൻ നമ്മുടെ AFC വുമൻസ് ഏഷ്യൻ കപ്പ് 2026 ജപ്പാൻ ജയിച്ചു. ഇനി ചെസ്സിൽ നോക്കുകയാണെങ്കിൽ ഫിഡെ വേൾഡ് കപ്പ് 2025 ജയിക്കുന്നത് ജവോക്കിർ സിന്ദാറോവാണ്, ഉസ്ബെക്കിസ്ഥാൻ്റെ യങ്ങസ്റ്റ് എവറാണ്, 19ാം വയസ്സിലാണ് ജയിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വിശ്വനാഥൻ ആനന്ദിൻ്റെ പേരിലുള്ള ഒരു ട്രോഫിയാണ് ഈ ഒരു കപ്പിന് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ന്യൂ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഇന്ത്യയിലെ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ രാഹുൽ VS 91ാമത് ഗ്രാൻഡ് മാസ്റ്ററായി. അതുപോലെ ഹരികൃഷ്ണൻ A. റാ 87ാമത് ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യയായി. ദെൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഓഫ് ചെസ് ജയിക്കുന്നത് പനീർ സെൽവം ഇനിയൻ. ഓക്കെ, ഇനി ബാഡ്മിൻ്റൺ 2026 ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് ബാഡ്മിൻ്റൺ മെൻസ് ജയിക്കുന്നത് ജപ്പാനും വുമൺസ് ജയിക്കുന്നത് സൗത്ത് കൊറിയ. ഹോക്കിയിലാണെങ്കിൽ ഹോക്കി ഇന്ത്യ ലീഗിൽ മെൻസ് ജയിക്കുന്നത് കലിംഗ ലാൻസേഴ്സ്, വുമൺസിൽ ജയിച്ചത് ഡൽഹി SG പൈപ്പേഴ്സ്. ദെൻ 2026 വിൻ്റർ ഒളിമ്പിക് ഇറ്റലിയിലെ മിലാൻ കോർട്ടിനയിൽ വെച്ച് ഫെബ്രുവരിയിൽ നടന്നു. ഓക്കെ, ഇനി ഗ്രാൻഡ് സ്ലാമുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ 2025 ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പൺ ഇപ്പം നടന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്നത് മിഡ് ജാനുവരിയിലാണ്. ഓക്കെ, മിഡ് ജാനുവരിയിലാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്നത്. 2026 നടന്നു. അത് ജയിച്ചത് കാർലോസ് അൽക്കാരസ് ആണ്. ഓക്കെ, വുമൺസിൽ ജയിച്ചത് എലീന റൈബാക്കിനെയാണ് ഫ്രം കസാഖിസ്ഥാൻ. ഓക്കെ, മെൻസ് ജയിച്ചത് കാർലോസ് അൽക്കാരസ് ആണ്. ഫ്രഞ്ച് ഓപ്പൺ ഇതുവരെ നടന്നിട്ടില്ല. ഫ്രഞ്ച് ഓപ്പൺ 2025 കാർലോസ് അൽക്കാരസ് ജയിച്ചു. വുമൺസിൽ ആര്യാന സബലങ്ക ജയിച്ചു. ദെൻ വിംബിൾട്ടൺ മെൻസ് ജയിച്ചത് ജാനിക് സിന്നർ, വുമൺസ് ഇഗാ സ്വിയാടെക്. US ഓപ്പൺ കാർലോസ് അൽക്കാരസ്, ദെൻ ആര്യാന സബലങ്ക. ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത് മെയ് ജൂൺ ടൈമിലാണ്. വിംബിൾട്ടൺ ആണെങ്കിൽ ജൂൺ ജൂലൈയിൽ നടക്കും. US ഓപ്പൺ ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിലാണ് നടക്കുന്നത്. ഓക്കെ, വിച്ച് ഗ്രൂപ്പ് ഡിഡ് അയോഡിൻ ബിലോങ് ടു ഇൻ മെൻ്റലീസ് പീരിയോഡിക് ടേബിളിൽ അയോഡിൻ ഏത് ഗ്രൂപ്പിൽ പെടുമെന്നാണ്. ഓക്കെ, ഇത് ഗ്രൂപ്പ് 7 ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് ഡോബർനിയർ ട്രയഡ്. 1817 ഡോബർനിയർ ട്രയഡ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹം അറ്റോമിക് വെയ്റ്റിന് അനുസരിച്ചാണ് എലമെൻസിനെ അറേഞ്ച് ചെയ്തത്. എങ്ങനെയാണെന്ന് വെച്ചാൽ 3 എലമെൻറ്റുകൾ ഉണ്ടെങ്കിൽ ആദ്യത്തേൻ്റെ അവസാനത്തേൻ്റെ അറ്റോമിക് വെയ്റ്റിൻ്റെ അരിത്തമെറ്റിക് മീൻ ആയിരിക്കും നടുക്കത്തെ എലമെൻറ്റിൻ്റെ അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഇത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയത്തിൻ്റെ 6.9 ആണ് അറ്റോമിക് വെയ്റ്റ്, പൊട്ടാസ്യത്തിൻ്റെ 39.1. ഇതിൻ്റെ അരിത്തമാറ്റിക് മീൻ എടുത്താൽ 23 കിട്ടും. അതാണ് സോഡിയം. ഇങ്ങനെയാണ് ട്രയാഡുകൾ ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, എക്സാമ്പിളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിനൊക്കെ. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ട്രയാഡുകൾ മാത്രമേ ഡോബർനിയറിന് ഇങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. ഓക്കെ, ഡോബർനിയർ ട്രയാഡ് അറ്റോമിക് വെയ്റ്റിൻ്റെ ബേസിലാണ്. ഇനി മെൻ്റലീസ് പീരിയോഡിക് ടേബിൾ 1869 എടുക്കുവാണെങ്കിൽ ഇദ്ദേഹം അറേഞ്ച് ചെയ്തത് അറ്റോമിക് മാസസിൻ്റെ ഇതിലാണ്. ഓക്കെ, നേരത്തെ അറ്റോമിക് വെയ്റ്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അറ്റോമിക് വെയ്റ്റും അറ്റോമിക് മാസും. അറ്റോമിക് വെയ്റ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ എലമെൻസിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അറ്റോമിക് വെയ്റ്റ്, അറ്റോമിക് മാസ് ആൻഡ് മാസ് നമ്പർ നമുക്ക് നോക്കാം. അറ്റോമിക് വെയ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ഐസോടോപ്പുകളുടെയും ആവറേജ് മാസ് എടുക്കുന്നതാണ് അറ്റോമിക് വെയ്റ്റ് എന്ന് പറയുന്നത്. ഒരു എലമെൻറ്റ് പല പല ഐസോടോപ്പുകളാണ്. ഇപ്പം ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നൊക്കെ പറഞ്ഞു കാണും. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയുള്ള ഐസോടോപ്പുകളുടെയൊക്കെ ആവറേജ് മാസ് എടുക്കുന്നതാണ് അറ്റോമിക് വെയ്റ്റ്. എന്നാൽ അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഒരു ഐസോടോപ്പിൻ്റെ പ്രിസൈസ് ആയിട്ടുള്ള
മാസ് ആയിരിക്കും അറ്റോമിക് മാസ്. ഓക്കെ, ഇനി മാസ് നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ ഒരു എലമെൻറ്റിൻ്റെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കൂടെ എണ്ണത്തിൻ്റെ സമ്മാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പം മെൻ്റലീസ് പീരിയോഡിക് ടേബിൾ യൂസ് ചെയ്ത അറ്റോമിക് മാസുകളാണ്. ഇദ്ദേഹം എങ്ങനെ അറേഞ്ച് വെച്ചാൽ പീരിയഡ്, റോസിനെ പീരിയഡ്സ് എന്ന് വിളിച്ചു, അതുപോലെ ഗ്രൂപ്പ്സ്, വെർട്ടിക്കൽ കോളംസിന് ഗ്രൂപ്പ്സ് എന്ന് വിളിച്ചു. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ ഇദ്ദേഹം ഗ്യാപ്പുകൾ ഇട്ടിരുന്നു. ഏക ബോറോൺ, ബോറോണിൻ്റെ അടുത്ത് ഏക ബോറോൺ എന്ന്, അതുപോലെ ഏക അലൂമിനിയം, അതുപോലെ ഏക സിലിക്കൺ എന്നൊക്കെ പറഞ്ഞു. ഈ ഏക ബോറോൺ പിന്നീട് സ്കാൻഡിയം ആണെന്ന് കണ്ടെത്തി. അതുപോലെ ഏക അലൂമിനിയം പിന്നീട് ഗാലിയം ആണെന്ന് കണ്ടെത്തി. അതുപോലെ ഏക സിലിക്കൺ പിന്നീട് ജെർമേനിയം ആണെന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഹൈഡ്രജന് ഇദ്ദേഹത്തിന് ഒരു കൃത്യമായ പൊസിഷൻ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ അനോമലസ് പെയറുകൾ ഉണ്ടായിരുന്നു. അതായത് അറ്റോമിക് മാസ് കൂടിയ എലമെൻറ്റുകൾ അറ്റോമിക് മാസ് കുറഞ്ഞ എലമെൻറ്റിന് മുന്നേ വന്നു. കൊബാൾട്ടിന് അറ്റോമിക് മാസ് കൂടുതലാണ് നിക്കലിനെക്കാട്ടും, പക്ഷേ അത് നിക്കലിന് മുന്നേ വന്നു. അതുപോലെ ഐസോടോപ്പുകൾക്കൊന്നും എന്തില്ലായിരുന്നു, പ്ലേസ് ഇല്ലായിരുന്നു മെൻ്റലീസ് പീരിയോഡിക് ടേബിളിൽ. ദിമിത്രി മെൻ്റലീവ് ആണ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മെൻ്റലീസ് പീരിയോഡിക് ടേബിൾ. ഇതാ ഇവിടെ നോക്കി അറിയാം, എന്താ അയോഡിൻ കിടക്കുന്നത്, ഗ്രൂപ്പ് 7ലാണ് അയോഡിൻ കിടക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് വന്നാണ് ഹെൻറി മോസ്ലിയുടെ 1913 ഹെൻറി മോസ്ലി കണ്ടെത്തിയത്. അദ്ദേഹം ചെയ്ത അറ്റോമിക് നമ്പറിനെ എന്ത് ചെയ്തു, ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി ആയി നോക്കി. അതായത് എക്സ്റേ സ്പെക്ട്രോസ്കോപ്പിയിലൂടെ അറ്റോമിക് നമ്പറാണ്, അഥവാ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് അറ്റോമിക് നമ്പർ ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് പ്രോട്ടോൺ അഥവാ അറ്റോമിക് നമ്പറാണ് എന്ത് ചെയ്യുന്നത്, മോർ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി ദാൻ അറ്റോമിക് മാസ് എന്ന് കണ്ടെത്തി ഒരു എലമെൻറ്റിൻ്റെ. അതിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു, മെൻ്റലീസ് ടേബിളിൽ ഉണ്ടായിരുന്ന അനോമലസ് പെയർസിനെയൊക്കെ എന്ത് ചെയ്തു, മാറ്റി. കാരണം കൊബാൾട്ട് നിക്കലിന് മുന്നേ വന്നു എന്നുള്ളതായിരുന്നു പ്രശ്നം. പക്ഷേ ഇദ്ദേഹം എന്ത് കണ്ടെത്തി, കൊബാൾട്ടിൻ്റെ അറ്റോമിക് നമ്പർ 27, നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ 28 ആണെന്ന് കണ്ടെത്തി. സോ സ്വാഭാവികമായിട്ടും കൊബാൾട്ട് നിക്കലിന് മുന്നേ വന്നാലും പ്രശ്നമില്ല എന്ന് കണ്ടെത്തി. ഓക്കെ, ദെൻ ലാസ്റ്റ് ഉള്ളതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ, ബോർസ് ടേബിൾ. ഇതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. 118 എലമെൻ്റ് ഒക്കെ ഉള്ള ബോർസ് ടേബിൾ. ഇതിൽ യൂസ് ചെയ്ത അറ്റോമിക് നമ്പർ തന്നെയാണ് നമ്മുടെ ഹെൻറി മോസ്ലി പോലെ. 7 ഹൊറിസോണ്ടൽ പീരീഡും അതുപോലെ 18 വെർട്ടിക്കൽ ഗ്രൂപ്പുകളും ഉണ്ട്. ഹൊറിസോണ്ടൽ പീരീഡ് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ ഹയസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. അതുപോലെ വെർട്ടിക്കൽ ഗ്രൂപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്, അഥവാ വാലൻസ് ഇലക്ട്രോണാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് എല്ലാം എടുത്താൽ അതിനെല്ലാത്തിനും ഒരേ വാലൻസ് ഇലക്ട്രോൺ ആയിരിക്കും. അതാണ് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് 17 എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, അസ്റ്റാറ്റിൻ, ഈ ഒരു ഗ്രൂപ്പിന് 17 ഇതിൻ്റെ വാലൻസ് 7. ഓക്കെ, എല്ലാത്തിനും 7 വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ നമ്മുടെ എലമെൻസിനെ ബ്ലോക്കുകളായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഇതെന്ന് പറയുന്ന ഓർബിറ്റൽ ഫില്ലിങ്ങിൻ്റെ അനുസരിച്ചാണ്. എസ് ബ്ലോക്ക് എലമെൻസ് ആണ് ഗ്രൂപ്പ് 1ഉം 2ഉം, അതിനെ റിയാക്റ്റീവ് മെറ്റൽസ് എന്ന് പറയും. ഡി ബ്ലോക്ക് എലമെൻ്റ് ആണ് ഗ്രൂപ്പ് 3ഉം 12, അതിനെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയും. പി ബ്ലോക്ക് എലമെൻ്റ് ആണ് ഗ്രൂപ്പ് 13 മുതൽ 18 വരെ, അതിനെ മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് ഇതൊക്കെ അതിനകത്താണ് പെടുന്നത്. then ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന താഴെയുള്ളൊരു ബ്ലോക്കാണ് എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതാണ് ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും. അതാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which article of the Constitution of India prohibits the state from discriminating against the use of wells, tanks and places of public entertainment? അതായത് വെൽസ്, ടാങ്ക്സ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിൾ ആണെന്നാണ്. ഓക്കെ, ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഇതിൻ്റെ ഉത്തരം ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ. ആർട്ടിക്കിൾ 18 ആണെങ്കിൽ പ്രൊഹിബിഷൻ ഓഫ് ടൈറ്റിൽസ്, 17 ആണെങ്കിൽ പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ആൻഡ് 16 ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് എന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ, ഇതെല്ലാം ഫണ്ടമെൻ്റൽ റൈറ്റുകളാണ്. ഓക്കെ, സോ ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ജനറൽ അവയർനെസ് ടോപ്പിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലെക്ചറിൽ നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. സോ താങ്ക് യു ഓൾ ഫോർ ലിസണിങ് ടു മൈ ലെക്ചർ. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു.